മലയാളികളുടെ ദേശീയ ഉത്സവം. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 ദിവസമാണ് മലയാളികളുടെ ഓണാഘോഷം. അത്തം 10-ന് പൊന്നോണം. മഹാബലിയുടെ വരവേൽപ്പിൻ്റെ ഓർമ്മകളാണ് ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. അതുമാത്രമല്ല, ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാള ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നു എന്നതാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം. വിഷ്ണു ഭക്തനും പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി. നീതിമാനും ദാനശീലനുമായ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു. കള്ളമില്ല, ചതിയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യ സമൃദ്ധമായ രാജ്യം. ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി. അശ്വമേധങ്ങളിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണു ഭഗവാനെ കാണുന്നു. ബലിയെ പരീക്ഷിക്കാൻ അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരുങ്ങി. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണു സ്വീകരിച്ച ആദ്യത്തെ മനുഷ്യരൂപം വാമനൻ്റേതാണ്. കൃഷ്ണാവതാരത്തിന് മുൻപ് വാമനൻ മാത്രമാണ് വിശ്വരൂപം കാണിച്ചിട്ടുള്ളത്. വിശ്വം ജയിക്കാൻ വിശ്വജിത് യാഗം തുടങ്ങുന്നു മഹാബലി. ഈ സമയം ദേവന്മാരുടെ ആവശ്യപ്രകാരം വാമനവേഷം പൂണ്ട് മഹാവിഷ്ണു മഹാബലിയുടെ അടുക്കലെത്തി ഭിക്ഷ ചോദിച്ചു. അത് നൽകാൻ താൽപ്പര്യമറിയിച്ചു മഹാബലി. മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് വാമനൻ ആവശ്യപ്പെട്ടു. ഇത് തിരിച്ചറിഞ്ഞ അസുരഗുരു ശുക്രാചാര്യർ ദാനം നൽകുന്നതിൽ നിന്ന് മഹാബലിയെ വിലക്കി. ഇതിനെ മറികടന്ന് 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് മഹാബലി അനുവാദം നൽകി. പെട്ടെന്ന് ആകാശം മുട്ടെ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി മാറ്റി. ആദ്യത്തെ 2 അടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സമർപ്പണഭാവത്തിൻ്റെ അംഗീകാരം എന്ന നിലയിൽ മഹാവിഷ്ണു, അതായത് വാമനൻ, അദ്ദേഹത്തെ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി വാഴിക്കാമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതോടൊപ്പം പാതാളത്തിൻ്റെ കവാടത്തിന് താൻ സ്വയം കാവൽ നിൽക്കാമെന്നും വാഗ്ദാനം ചെയ്തു. കൂടാതെ പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളോടൊത്തു ചേർന്നതിനായി പാതാളത്തിൽ നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അനുവാദം നൽകി. ആ ദിവസമാണ് നമ്മളെല്ലാവരും ഓണമായി ആഘോഷിക്കപ്പെടുന്നത്. ഇതുമാത്രമല്ല, ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പല രീതിയിലും പറയപ്പെടുന്നുണ്ട്. അതായത് പരശുരാമനും ഓണവും, ശ്രീബുദ്ധനും ഓണവും, ചേരമാൻ പെരുമാളും ഓണവും, സമുദ്രഗുപ്തനും ഓണവും, തൃക്കാക്കര ക്ഷേത്രവും ഓണവും. അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് പിന്നാലെ കൈകൊട്ടിക്കളിയും തുമ്പിത്തുള്ളലും കുമ്മാട്ടിക്കളിയും പുലിക്കളി തുടങ്ങിയ നാടൻ പ്രകടനങ്ങളുമെല്ലാം അരങ്ങേറുന്നു. അപ്പോൾ ഇരു കൈകളും നീട്ടി ഇത്തവണത്തെ ഓണത്തെയും മഹാബലിയെയും സ്വീകരിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.